അർജുൻ്റെ ലോറിക്ക് തൊട്ടു മുന്നിൽ ഒരു ടാങ്കർ ഉണ്ടായിരുന്നു, ഒരു ബുള്ളറ്റ് ടാങ്കർ ഉണ്ടായിരുന്നു എന്ന് അതുവഴി പോയ വിനീഷ് പറഞ്ഞതാണ്. ആ ടാങ്കർ ഈ അപകടമുണ്ടായ വേളയിൽ മാറ്റിയ ബിബിൻ ബോസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ബിബിൻ, ആ ടാങ്കർ മാറ്റാൻ പോകുമ്പോൾ അതിന് തൊട്ടു പിന്നിൽ വരെ മണ്ണ് വീണ് അടിഞ്ഞിരിക്കുകയായിരുന്നു. അതെ, ആ ടാങ്കറിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ മണ്ണായിരുന്നു. അപ്പോൾ ആ മണ്ണ് ഈ ടാങ്കറിൻ്റെ മുകളിലേക്ക് വീഴാണ്ടിരിക്കാനാണ് ആ ടാങ്കർ അപ്പുറത്ത് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞേക്കണ ആ ടാങ്കറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഇപ്പോൾ ഡിറ്റക്ടർ വന്ന് സിഗ്നൽ കാണിച്ചേക്കണേ. ബിബിൻ, അവിടെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ബിബിൻ ഒന്ന് ഓർത്തെടുക്കുക. അവിടെ ഈ ടാങ്കർ എടുക്കാനായി പോകുമ്പോഴേക്കും ആ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. ആ ഡ്രൈവർ മരിച്ചു എന്നാണ് നമ്മൾ പിന്നീട് കേട്ടത്. അതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിൻ തുറന്നു കിടക്കുകയായിരുന്നോ? അല്ല, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വണ്ടിക്കകത്ത് താക്കോല് മാത്രമേ ഉള്ളൂ, ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ബിബിൻ, തൊട്ട് പിന്നിൽ കണ്ട കാഴ്ചയൊന്ന് ഓർത്തെടുക്കുമോ? ചൊവ്വാഴ്ച അവിടെ നേരിട്ട് കണ്ടതാണല്ലോ ബിബിൻ. ഈ മണ്ണ് ദേശീയപാതയുടെ ആ ഒരു ചൊവ്വാഴ്ച രാവിലെ ഈ വണ്ടി നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ടാങ്കർ എടുക്കുമ്പോൾ ആ വണ്ടി നിർത്തിയിട്ടിരുന്നത് ഈ വെളുത്ത വരയില്ലേ, വഴിയിലെ വെളുത്ത വര, ആ വെളുത്ത വരയിൽ നിന്ന് കുറെ അകത്തോട്ട് ഒതുക്കി ഈ മലയോട് ചേർന്നായിരുന്നു. അതായത് പരമാവധി ഒതുക്കി അകത്തേക്കാക്കിയായിരുന്നു കുറച്ച് ഭാഗം ആയിരുന്നു. അതിന് പിന്നിൽ മണ്ണ് അങ്ങനെയായിരുന്നു. അതിന് പിന്നിൽ മണ്ണ് ഈ പുഴയിലേക്ക് പോവുകയായിരുന്നോ? മണ്ണ് കല്ലൊക്കെ വന്നു. മണ്ണും കല്ലും നേരിട്ട് പോവാന്ന് ചോദിച്ചാൽ പോയി മണ്ണും കല്ലും പുഴയിലോട്ട് പോവായിരുന്നു. അപ്പൊ ഈ ടാങ്കർ കിടന്നതിന്റെ ബാക്കി വശത്തേക്കാണ് ഈ മണ്ണും കല്ലും എല്ലാം കൂടെ വന്ന് വീണം ഇതായത്. ആ മലയുടെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് അവിടെ മലയുടെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു വീഴുന്നതും പിന്നെ അവിടെ ഒരു ടവർ ഉണ്ടായിരുന്നില്ലേ, വൈദ്യുതി ലൈനൊക്കെ പോകുന്ന ടവർ? ആ ടവർ ഈ ഉണ്ട്. ഈ ടാങ്കർ കൊണ്ടുവന്ന് ഞാൻ മാറ്റിയിട്ടേച്ച് പിന്നെയും തിരിച്ച് ബാക്കിലോട്ട് വരുമ്പോഴാണ് മുകളിൽ നിന്ന് ഈ ടവർ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ അത് വീണ്ടും മണ്ണിടിഞ്ഞ് വരുമ്പോഴാണ് ടവറൊക്കെ താഴേക്ക് വരുന്നത് അല്ലേ? അതെ, താഴത്തേക്ക് വരുന്നത്. ഒരു ബുള്ളറ്റ് ടാങ്കറിന്റെ ബുള്ളറ്റ് ഒഴുകി പോകുന്നത് കണ്ടു എന്ന് അഭിലാഷ് പറഞ്ഞിരുന്നു. ബിബിൻ, അത് ഏത് ഭാഗത്തായാണ് കണ്ടത്? ഈ വെള്ളത്തിലേക്ക് വീണ ഉടനെയാണ്? അല്ല, വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അത് നദിയുടെ മധ്യത്തിലൂടെ ഒഴുകി പോവുകയായിരുന്നു അല്ലേ? അതെ. മറ്റെന്താണ് ബിബിൻ കണ്ടത്? ഒന്ന് ഓർത്ത് പറയാൻ കഴിയുമോ? വേറെ എന്ന് വെച്ചാൽ അന്നേരത്തെ ആ ഷോക്കിൽ എന്നാ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ആവണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ പഞ്ചർ കടയിൽ ഇറങ്ങിയത് ഒരു അറ്റാക്കായിരുന്നത്. അതെ, ആ ബായി ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെയും വണ്ടി ബാക്കി കൊണ്ടുവന്ന് ഇട്ടത്. അല്ലെങ്കിൽ ഇപ്പം ഈ അഭിലാഷിനെ അല്ല ഈ അർജുനെ പോലെ ഞങ്ങളും ആ മണ്ണിൻ്റെ താഴത്ത് കാണേണ്ടതായിരുന്നു. ബിബിൻ, ഈ ശബ്ദം കേട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടാകും. ഈ വെള്ളമൊക്കെ കരയിലേക്ക്, അതായത് റോഡിലേക്ക് കയറി വരുന്നത് കണ്ടോ? റോഡിലേക്ക് വന്നു. നേരിട്ട് കണ്ടതാണ്. ഈ ടാങ്കർ വീഴുന്ന ഒരു ഒച്ച കേട്ട് അതിനുശേഷമാണോ ഈ വെള്ളം കരയിലേക്ക് ഇങ്ങനെ കവിഞ്ഞ് ഒഴുകി വരുന്നത് കണ്ടത്? അതെ. അത് കഴിഞ്ഞിട്ടാണോ ഈ ടവർ വീണത്? ഭയങ്കര സൗണ്ടായിരുന്നു. ടവർ ഞാൻ പോയി ആ ടാങ്കർ മാറ്റി ഇട്ട് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഞാൻ ബാക്കിലോട്ട് പോയി കഴിയുമ്പോഴാണ് ഈ ടവർ മുകളിൽ നിന്ന് സ്പീഡിലേക്ക് താഴത്തേക്ക് വന്നുണ്ട്. മണ്ണും കല്ലും ടവറും എല്ലാം കൂടെ വന്ന്. ബിബിൻ, ഇപ്പോൾ സ്ക്രീനിൽ കാണാമല്ലോ, അവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് നിന്നാണോ ഈ ടാങ്കർ എടുത്ത് മാറ്റിയത്? അതെ. അവിടെ ടാങ്കർ മാറ്റേന്റെ ഹലോ
ടാങ്കർ മാറ്റിയത് ആ മലയോരത്ത് നിന്നാണ്. അതിന് തൊട്ടിപ്പുറത്ത് വരെ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ലോറി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ ബിബിൻ? ആണ്ടാ, ഞങ്ങളുടെ നിഗമനത്തിൽ ആ ലോറി ഇപ്പം കണ്ടുപിടിച്ചതുപോലെ 8 മീറ്റർ താഴത്ത് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്രയും ചേർത്ത് ഒതുക്കിയായിരിക്കും പിന്നിലും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതാ.